നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനു മുന്നോടിയായി സ്വകാര്യ ബസ് ഉടമകൾ ഗതാഗത വകുപ്പിന് ജി-ഫോം സമർപ്പിക്കും. തൃശൂർ ജില്ലയിൽ ഏതാണ്ട് 200ഓളം ബസ്സുകളാണ് ജി-ഫോം സമർപ്പിക്കുന്നത്. ജൂലൈ 6 മുതൽ വൻ പ്രക്ഷോഭത്തിലേക്കെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. സാരംഗ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. നോക്കൂ, ഇത്രയധികം ബസ്സുകൾ, 200ഓളം ബസ്സുകൾ ഈ ജി-ഫോം സമർപ്പിച്ച് തങ്ങൾ സർവീസ് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ആ 200 ബസ്സുകൾ എന്ന കണക്കല്ല, ആ ഉടമകളുടെ അവസ്ഥ. അവിടുത്തെ ആ ബസ്സിൽ, ഇപ്പോൾ ഒരു ബസ്സിൽ എങ്ങനെ പോയാലും 3-ലധികം അല്ലെങ്കിൽ 3ഓളം തൊഴിലാളികൾ ഉണ്ടാകും. അവരുടെ ജീവിതാവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. ഈ സ്വകാര്യ ബസ് ഉടമകളിലെ ജോലി ചെയ്യുന്ന കണ്ടക്ടർക്കും അതുപോലെ തന്നെ ഡ്രൈവറുടെയും ഒക്കെ ഈ ഒരു ദിവസക്കൂലി വെട്ടിക്കുറച്ച സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴും സർക്കാർ ആ വിഷയത്തിൽ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നത് വളരെ ഗുരുതരമായ പ്രശ്നമല്ലേ? സിന്ധുരി, തീർച്ചയായും സംസ്ഥാനത്ത് നമുക്കറിയാം KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രിയദർശിനി വന്നതോടുകൂടി സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള സ്വകാര്യ മേഖലാ ബസ്സുകൾ, അതിലെ ജീവനക്കാർ, ഉടമകൾ എല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തുണ്ടായ ഇന്ധന വിലവർധനവും വലിയ രീതിയിൽ തന്നെ ഈ സാമ്പത്തികമായിട്ട് തന്നെ വലിയ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങി. അതായത് ഒരു ദിവസം ഈ ബസ്സിലെ ജീവനക്കാർക്ക് രാവിലെ മുതൽ രാത്രി വരെ ഓടിയിട്ട് പെട്രോളിൻ്റെയും മറ്റേ വണ്ടിപ്പണിയും എല്ലാം കഴിഞ്ഞ് മിച്ചം കിട്ടുന്നത് വെറും 500 രൂപയൊക്കെയാണ്. ഇത്തരം വലിയൊരു പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിൽ ജി-ഫോം സമർപ്പിക്കുന്നത്. പല ബസ്സുകളും ഇതിനോടകം തന്നെ ജി-ഫോം സമർപ്പിച്ചു. ഇന്നലെയും തൃശ്ശൂർ ജില്ലയിലും ഇത്തരത്തിൽ ജി-ഫോമുകൾ സമർപ്പിച്ചു. ഏതാണ്ട് 200ഓളം ബസ്സുകളാണ് സംസ്ഥാനത്തൊട്ടാകെ ജി-ഫോം സമർപ്പിക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്ക് ബസ് റൂട്ടുകളിൽ ഓടുന്നില്ല എന്ന് അത് ഔദ്യോഗികമായിട്ട് സംസ്ഥാന ഗതാഗത വകുപ്പിനെ അറിയിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന ജി-ഫോം. എന്തായാലും നമുക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി VS പ്രദീപ് നമുക്കൊപ്പം ചേരുകയാണ്. ഇതിനു മുൻപേ തന്നെ നമ്മളിതിനു മുന്നേ തന്നെ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ഇപ്പോൾ എത്ര ബസ്സുകളാണ് നമ്മുടെ ജില്ലയിൽ ജി-ഫോമുകൾ സമർപ്പിച്ചത്? അത് ഇന്നലെയും ഇന്നും ആയിട്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഒരു മൊത്തത്തിലുള്ളൊരു നില എങ്ങനെയാണ്? ഇതിപ്പോൾ ജില്ലയിൽ നമ്മൾ ഏകദേശം 1500ഓളം ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 500ഓളം ബസ്സുകൾക്കാണ് ഇത് പ്രത്യക്ഷമായി തന്നെ ഈ ബസ്സുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിലുള്ള വരുന്ന ബസ്സുകൾ ബാക്കിയുള്ള ബസ്സുകളെയൊക്കെ പൂർണ്ണമായി അല്ലെങ്കിൽ കൂടി ഭാഗികമായി ഈ ബസ്സുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ബസ്സുകാർ കുറേ ബസ്സുകൾ ഇപ്പോൾ ഏകദേശം ഒരു 150-150ഓളമൊക്കെ ഇന്നലത്തോളം വൈകുന്നേരത്തെ കണക്കനുസരിച്ച് ഏകദേശം ബസ്സുകൾ പൂർണ്ണമായും ജി-ഫോം കൊടുത്തു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന സംവിധാനം, ഇപ്പോൾ ബസ് തൊഴിലാളികൾ ഉടമകളുമായൊക്കെ സംസാരിച്ചപ്പോൾ ഇന്ന് ചെയ്യുന്നത് എല്ലാ ബസ്സുകളും ട്രിപ്പുകളുടെ എണ്ണം നമ്മൾ കുറയ്ക്കാനാണ് നമ്മൾ ഏകദേശം ഇപ്പോൾ ബസ്സുകാരൊക്കെ രാവിലെയൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രിപ്പുകളുടെ എണ്ണം പ്രത്യേകിച്ച് KSRTCയുമായിട്ട് ഒരുമിച്ച് ഓടുന്ന സർവീസുകളിൽ ട്രിപ്പുകളുടെ എണ്ണം നമ്മൾ കുറച്ച്. അപ്പോൾ ഏകദേശം ഇന്നത്തോടു കൂടി ജില്ലയിൽ ഏകദേശം ഒരു 25% മുകളിൽ ട്രിപ്പുകൾ എണ്ണം കുറച്ച് സർവീസ് നടത്തുകയാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും മാത്രം സർവീസ് നടത്തുക. അപ്പോൾ അങ്ങനെ അതുപോലെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഡീസൽ അടിക്കേണ്ടി വരുള്ളൂ. അതുപോലെ തൊഴിലാളികളുടെ വേതനം നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ളൊരു താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനമാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും ബസ്സുകൾ കയറ്റിയിട്ടുള്ള ബസ്സുകളുമുണ്ട്. പൂർണ്ണമായും നേരിട്ട് ബാധിക്കുന്ന റൂട്ടുകളിൽ പൂർണ്ണമായും ബസ്സുകൾ കയറ്റിയിട്ടു. ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണ് ഓരോ ദിവസം തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നേരിട്ടുള്ള റൂട്ടുകളിലായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ അത് മറ്റുള്ള റൂട്ടുകളിലേക്ക്, അതായത് ഇപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് വനിതാ യാത്രക്കാരൊക്കെ 2 ബസ്സുകളെ ആശ്രയിച്ച് സൗജന്യം ഉപയോഗപ്പെടുത്തിയിട്ട് വന്നിട്ട് ബസ്സുകളിൽ കയറുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ അതായത് ഡയറക്റ്റ് പോകുന്ന ബസ്സുകളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലുള്ള ആളുകൾ സൗജന്യം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ പ്രതിവട്ടം പറഞ്ഞല്ലോ ഈ ട്രിപ്പുകൾ വെട്ടിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് പക്ഷെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം മാത്രമല്ല, പക്ഷെ ഇത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. ഇതുകൊണ്ട് എത്ര നാളത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊന്നും യാതൊരു ഉറപ്പുമില്ലല്ലോ. ഇല്ലില്ല, ഇതൊരു കോവിഡിലുണ്ടായിട്ടുള്ള ആ സാഹചര്യത്തെ പോലെ നമ്മൾ ഒരു താൽക്കാലിക സംവിധാനമാണ്. അത് ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. അത് യാത്രക്കാരെ സംബന്ധിച്ച് അപ്പോൾ ആ ട്രിപ്പുകൾ കുറയുമ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ള മാർഗ്ഗങ്ങൾ തേടി ഓട്ടോറിക്ഷയും കാറുകളെയൊക്കെ ആശ്രയിക്കേണ്ട ഇതിലേക്ക് വലിയ പൊതുഗതാഗത മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങളെ ബസ്സുകൾ ടാക്സുകൾ കുറച്ചു എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ടാക്സുകൾ കുറച്ചെന്ന് പറഞ്ഞാൽ കേവലം ഒരു 1500, 2000, 3000 രൂപയോളം നഷ്ടം വരുമ്പോൾ
കേവലം ഒരു 100-120 രൂപയുടെ ടാക്സ് കുറച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം വളരെ ഇതിൽ പറയുന്നു, ബസ്സുകാർ വേറെ മാർഗങ്ങൾ തേടേണ്ടി വരും, വരുമാനം വേറെ സ്രോതസ്സുകൾ കണ്ടെത്തും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പെർമിറ്റ് തന്നിട്ടുള്ളത് ബസ്സുകൾ സർവീസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ വേറെ എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നത് മന്ത്രിയെ ഉദ്ദേശിച്ചതാണെന്ന് തോന്നുന്നു, ഒരു പരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. ബസ്സുകളെ സംബന്ധിച്ച് ഒരു പരസ്യം കൊടുക്കാൻ, അതിന് പോലും ഭീമമായി ഇപ്പോൾ ഒരു 20,000-10,000 ഒരു വർഷത്തിൽ പരസ്യത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് 10,000 രൂപ ഗവൺമെൻറ്റിലേക്ക് ഫീസ് അടയ്ക്കേണ്ട അവസ്ഥ. അതുപോലെ തന്നെ ജി ഫോമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ജി ഫോം കൊടുക്കാൻ ഇന്നലെ പോയപ്പോഴാണ് പറയുന്നത്, പല ഉടമകൾ അറിയും 400 രൂപ ഗവൺമെൻറ്റിലേക്ക് ഫീസ് അടച്ച് വലിയ നിയന്ത്രണങ്ങളാണ് ജി ഫോമിൽ ഏർപ്പെടുത്തിയിട്ട്. പഴയ കാലത്ത് നമുക്കൊരു ജി ഫോം എഴുതി കൊടുത്താൽ ഈ ജി ഫോം സമർപ്പിക്കാൻ 400 രൂപ അങ്ങോട്ട് അടയ്ക്കണം. 400 രൂപ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ച് വന്ന് മറ്റേ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്ന് വണ്ടി നോക്കി, വണ്ടി സ്ഥലത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ ജി ഫോം കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനേക്കാൾ ഏറെ ചെലവ് വരുന്ന ഒരു പ്രക്രിയ ആയപ്പോൾ പല ഉടമകളും അതിലും ഭേദം ടാക്സ് അടച്ചിട്ട് ആയാലും കയറ്റിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇന്നലെ ഇപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിൽ, സ്വകാര്യ ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു യോഗം ഉണ്ടായിരുന്നു. എന്താണ് ആ യോഗത്തിൽ എടുത്ത തീരുമാനം? അത് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ബസ് ഉടമ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളുമായിട്ട് CAT, BMS ഉൾപ്പെടെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ യോഗമാണ് ചേർന്നത്. അത് കേരളത്തിലെ ഇതിൻ്റെ പ്രത്യാഘാതം ഗവൺമെൻറ്റിനെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തി. ഞങ്ങൾ 6-ാം തീയതി ഒന്നുകൂടെ ബോധ്യപ്പെടുത്തി. കേരളത്തിലെ മുഴുവൻ വാഹന മേഖലയും, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വാഹന മേഖലയും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമരത്തിലേക്കാണ് ഞങ്ങളെ തള്ളിവിടുന്നത്. അതിനു മുൻപ് ഗവൺമെൻറ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ നടത്തി ഗവൺമെൻറ് പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല വണ്ടികളും പലപ്പോഴും ഇപ്പോഴും വലിയ നഷ്ടം സഹിച്ചുകൊണ്ടും സർവീസ് നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഭാരമുണ്ടെങ്കിൽ കൂടി ഇത് താൽക്കാലികം ഞങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ഒരുപാട് തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടൊക്കെ കാണും, ഒരുപാട് ആളുകൾ ജീവിതമാർഗമായി കൊണ്ടു നടക്കുന്ന, ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ ഇത് നേരിട്ട് ഒരു ബസ് ഉടമയെയോ ഒരു തൊഴിലാളിയോ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല. ഇതൊരു പൊതുസമൂഹത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. പ്രിയദർശിനി സർവീസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിനെ അറിയിക്കാൻ ഞങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു ആവശ്യം, ഈ സൗജന്യം കൊടുക്കുന്നതിന് ഒരിക്കലും സ്വകാര്യ ബസ് ഉടമകൾ എതിരല്ല. മറിച്ച് ഈ സൗജന്യം ഞങ്ങൾ സ്വകാര്യ ബസ്സുകളിലൂടെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളത് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളും കൂടെ കൊടുക്കാൻ തയ്യാറാണ്. ഒരു സാമൂഹിക ബാധ്യതയുടെ പേരിലാണ് സൗജന്യം കൊടുത്തതെങ്കിൽ സ്വകാര്യ ബസ്സുകളിലും ഇതുപോലെയുള്ള സീറോ ടിക്കറ്റിംഗ് KSRTCക്ക് നൽകിയുള്ള പോലെ സീറോ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തി ആ പണം ഞങ്ങൾക്ക് തിരിച്ച്, അപ്പോൾ KSRTCക്ക് കൊടുക്കുന്ന പണം എല്ലാവർക്കും തുല്യമായിട്ട് വനിതാ സൗജന്യം കൊടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആ പണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ടിക്കറ്റിങ്ങിനനുസരിച്ച് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ അതൊരു സാമൂഹ്യ ബാധ്യതയാണെങ്കിൽ, സാമൂഹ്യ പ്രതിബദ്ധതയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വകാര്യ ബസ്സുകളിലും കൂടി ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ഇന്നലെ സംയുക്തമായി ചേർന്നിട്ടുള്ള യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിനെ കാണും. 6-ാം തീയതി വീണ്ടും വിപുലമായ യോഗം ചേരും. ഒപ്പം തന്നെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. സിന്ദൂരി സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ ഈ പ്രദീപേട്ടൻ പറഞ്ഞു, അതായത് ജോലി നിർത്തുകയാണെന്ന് പറയാൻ പോലും അങ്ങോട്ട് 400 രൂപ കൊടുക്കണം എന്നുള്ള അവസ്ഥയാണ്. അതായത് ജി ഫോം താൽക്കാലികമായിട്ട് സർവീസ് നിർത്തുന്നു എന്നറിയിക്കുന്ന ഒരു സംവിധാനമാണ് ജി ഫോം. ഈ ജി ഫോം സമർപ്പിക്കാൻ പോലും സർക്കാരിലോട്ട് 400 രൂപ ഒരു ബസ് ഉടമ നൽകണം എന്ന് പറയുന്നത്, അപ്പോൾ തന്നെ നമുക്കറിയാം ഈ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ എത്രമാത്രം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ജീവനക്കാർക്കുൾപ്പെടെ കേവലം ഓരോ ദിവസവും 500 രൂപ മാത്രമൊക്കെയാണ് കിട്ടുന്നത്. വലിയ പ്രതിസന്ധിയാണ്. സർക്കാരിനെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. സ്വകാര്യ ബസ് ഉടമകളുടെ ചർച്ചകൾ അടക്കം ഇതിനോടകം നടത്തിയിരുന്നു. പക്ഷേ ഇവർ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഏർപ്പെടുത്തുക, അതിൻ്റെ തുക ഈ സബ്സിഡി ആയിട്ട് സർക്കാർ നൽകുക, എണ്ണവില നികുതി കുറച്ച് പകുതി വിലയ്ക്ക് നൽകുക, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള കൃത്യമായുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വരുന്ന 6-ാം തീയതി സർക്കാരിനെ ഇവർ സംയുക്തമായി കാണും. അതിനുശേഷം ഒരു അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക്, ബസ്സുകളുടെ സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു പ്രക്ഷോഭത്തിലേക്കാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ കടക്കാനൊരുങ്ങുന്നത്. സിന്ദൂര്.
ശരി, വ്യക്തമാണ് സാരംഗ് പറഞ്ഞതുപോലെ തന്നെ നോക്കൂ, അവിടുത്തെ അദ്ദേഹം നമ്മളോട് പങ്കുവച്ച വിവരങ്ങൾ എത്രത്തോളം ഷോക്കിംഗ് ആണ്. അതായത് ഈ കാശില്ലാത്തത് കൊണ്ട് മുന്നോട്ട് നടത്തുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഈ ബസ് സർവീസ് നിർത്തേണ്ടി വരുന്നത്. അങ്ങനെ നിർത്തുന്നു എന്ന് സർക്കാരിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ബസ്സിന് 400 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം. എത്രത്തോളമാണ് ഇവിടെ പ്രശ്നങ്ങൾ? അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുവാൻ എന്തുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മുന്നിട്ടിറങ്ങാത്തത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. വയനാട് ബസ് സമരം അവർ പിൻവലിച്ചോ എന്ന് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. വയനാട് ബസ് സമരം താൽക്കാലികമായി പ്രൈവറ്റ് ബസ്സുകാർ പിൻവലിച്ചിട്ടുണ്ട്. ഈ നാളെയോ മറ്റന്നാളോ നടക്കാൻ പോകുന്ന മീറ്റിംഗിന് ശേഷമായിരിക്കും തുടർ നടപടികളെന്ന് അവർ ഇന്നലെ അറിയിച്ചിരുന്നു. എന്തായാലും സ്വകാര്യ ബസ് മേഖല മ്യൂസിയത്തിലേക്ക് ഇനി കാണാമെന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം, ഇവർക്ക് വേണ്ടിയിട്ട് സമയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് ഗതാഗത മന്ത്രി മുന്നോട്ട് വെച്ച ഒരാശയം. അതായത് പ്രിയദർശിനി ബസ്സും പ്രൈവറ്റ് ബസ്സും തമ്മിൽ സമയക്രമം പാലിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രിയദർശിനി ബസ്സിന്റെ സൗകര്യം സാധാരണക്കാരായ സ്ത്രീകൾക്ക് ലഭിക്കാത്ത സാഹചര്യം കൂടി ഉണ്ടാകും. ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്ന കാര്യത്തിലൂടെ ധാരണയില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടിയാണിത്. എന്തായാലും സാരം കാണും വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.